യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന ജോലിയാണ് AMVA. അപ്പൊ ഇതിന്റെ യോഗ്യതയുടെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. സ്കെയിൽ ഓഫ് പേ നോക്കി 45,600 തൊട്ട് 95,600 വരെയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 21 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഐ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആദ്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക. അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ 3 വർഷത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും പറയുന്നുണ്ട്. അപ്പൊ മെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഹൈറ്റിന്റെയും ചെസ്റ്റിന്റെയും സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. അപ്പൊ ഹൈറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റിന് 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ചെസ്റ്റിന് മിനിമം ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവരുടെ ഹൈറ്റ് 152 സെന്റിമീറ്റർ മതി. ഇനി SC/ST കാൻഡിഡേറ്റിന് റിലാക്സേഷൻ ഉണ്ട് ഹൈറ്റിന്റെ കാര്യത്തിൽ. SC/ST കാൻഡിഡേറ്റിനെ നോക്കുവാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന് 160 സെന്റിമീറ്റർ മതി, ഫീമെയിൽ കാൻഡിഡേറ്റിന് 150 സെന്റിമീറ്റർ മതി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഐ സ്റ്റാൻഡേർഡിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐ സ്റ്റാൻഡേർഡിൽ പറയുന്ന 2 കണ്ണിനും നല്ല കാഴ്ച ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷന്റെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ ബോത്ത് ഐസിനും 6/6 സ്നെല്ലൻ ഉണ്ടായിരിക്കണം. നിയർ വിഷൻ 0.5 സ്നെല്ലൻ ബോത്ത് ഐസിനും ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ്, കോങ്കണ്ണ്, കണ്ണിനോ കൺപോളകൾക്കോ ഉള്ള മറ്റ് അനാരോഗ്യങ്ങൾ തുടങ്ങിയവയെല്ലാം അയോഗ്യതയായിട്ട് കണക്കാക്കും.